ഇത് നനക്കിഴങ്ങിന്റെ ഇതിൽ തന്നെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇന്ന് വിത്തിന്റെ ഇതിന്റെ ഗുണമേന്മയും വിത്തിന്റെ ഒക്കെ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിലക്കും ഒരുപാട് പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരു കിഴങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മുള്ളൻ കിഴങ്ങെന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോ ഇതാ കാണണ്ട, ഇത് മണ്ണിന്റെ ഉള്ളിലേക്ക് പന്നിയൊന്നും വന്നൂല. എന്താ അറിയോ, ഈ മുള്ളിന്റെ കൊല ഒന്നായിട്ടാണ് ഈ പരിസരം മുഴുവൻ മണ്ണിന്റെ ഉള്ളില് ഇങ്ങനത്തെ ഒരു മുള്ളിന്റെ കൊലയാണ്. ഇതാ കാണണ്ട, ഇതാ ഈ മുള്ള് കുത്തും മേത്തുത്തും നല്ല ടൈറ്റും മുള്ളാണിത്. ഈ മുള്ളിന്റെ ഓരോ കൊലയാണ് ഈ പരിസരം മുഴുവൻ മണ്ണിന്റെ ഉള്ളിലേക്ക് ഇത് മാന്തിയാലും നമുക്ക് കാണാൻ കഴിയും. മണ്ണ് മുള്ളിന്റെ ഒരു കോമ്പലുണ്ടാവും. പേര് തന്നെ മുള്ളൻ കിഴങ്ങുന്ന. ഈ മുള്ളുള്ളത് കൊണ്ടാണത്. ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം എന്ന് പറയുന്നത്. ഇതിന് ഒന്നിന് 3 കിലോ 3.5 കിലോ ഒരു കിഴങ്ങിന്റെ വലിപ്പം വരും. അപ്പൊ ഞാനൊരാൾ തന്നപ്പോ അതിന്റെ വിത്തിന്റെ ഇത് അന്ന് നനയ്ക്കാൻ വീട്ടിൽ വെള്ളമില്ലേനി. അപ്പൊ വെള്ളമുള്ള ഒരു ഏരിയ ആയിക്കോട്ടെ വിചാരിച്ചാണ് ഇവിടെ പാടത്ത് തുടർന്ന നാട്ടാണ്. ഇവിടെ മണ്ണിന്റെ ഒരു കൂനി ഉണ്ടേനി. ഈ മുള്ള് തമ്മില് ഈ പരിസരം മുഴുവൻ മുള്ള. പന്നി നിരത്തി തൊട്ടിട്ടില്ല. ഇതിലൊക്കെ പന്നി പോയെങ്കിലും ഈ സാധനം മാന്തിയില്ല, മാന്തുമില്ല. കാരണം ഈ മുള്ള് തടി. ഒരു ചെടിമന്ന് 50 കിലോ വരെ വിളവ് കിട്ടും. അത് നമുക്ക് ഇത് കുറച്ചൊന്നല്ല പടക്കുക. ഇത് നല്ലോ പടക്കാനുള്ള സൗകര്യം. അങ്ങനെ നോക്ക്, പോയതങ്ങോട്ട് നോക്ക്. അതാ നല്ല പടക്കാൻ സൗകര്യം കൊടുത്തെങ്കിൽ കഴിഞ്ഞ് വിള ഉണ്ടാവുള്ളൂ. 50 കിലോ ഒരു മരടുമെന്ന് കിട്ടും. ഇത്ര ഹൈറ്റിലേക്ക് പടക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കണം. നനക്കിഴങ്ങിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. നനക്കിഴങ്ങില് ഇത്ര നീളം വരുന്നത് നല്ല ശരിക്കും ഉരുണ്ട് വരുന്ന അങ്ങനത്തെ ഒരു ഇനുണ്ട്. പിന്നെ തീരെ ഇതിന്റെ കിഴങ്ങിന്റെ മുകളിലെ ഈ തൊപ്പല്ലാത്ത ഉണ്ട്. പൊതക്കിഴങ്ങ് അറിഞ്ഞാണ്ട് കിഴങ്ങിൽ വേറെ ചെറിയൊരായിട്ടുണ്ട്. കൊള്ളിക്കിഴങ്ങ് അറിഞ്ഞാണ്ട് വേറെ ഒന്നുണ്ട്. ഇങ്ങനെ നനക്കിഴങ്ങിന്റെ ഇനത്തിൽ തന്നെ കിഴങ്ങിന്റെ ഇനത്തിൽ തന്നെ ഒരു 7ഓളം എനിക്ക് പരിചയമുണ്ട്. ഇതെനിക്ക് ആദ്യം പരിചയമുണ്ട്. പക്ഷേ ഈ മുള്ളിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ആദ്യം കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ എനിക്കൊരാള് ഏകദേശം ഒരു 3.5 കിലോ വരുന്ന ഒരു കിഴങ്ങ് എന്റെ വീട്ടിൽ കൊണ്ടുവന്നതാ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തേ, ആ ഒരു മരടല്ല അതുകൊണ്ടുള്ള മുള്ളല്ലുണ്ടാവുള്ളൂ. ഈ പരിസരത്തേക്ക് നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിന്. ഈ മുള്ള് ദ്രവിച്ചൂല. ഇത് കൃഷി ചെയ്ത സ്ഥലത്ത് ഏകദേശം ഒരു കൊല്ലത്തിലധികം മണ്ണിന്റെ ചോട്ടിൽ ഈ സാധനം കേടുവരാതെ കിടക്കും. നമ്മളെങ്ങനെ വരിക? അപ്പൊ വിപണനത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ ഔഷധ ഗുണം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആട്ടാ. ഞങ്ങൾ വേറെ പീസ് ഇതേമാതിരി കൊണ്ടുവന്ന ചെറിയൊരു പീസ് ഞങ്ങൾ പുഴുങ്ങി വെക്കിന്. 2 പീസുകളിൽ വലിയ പീസാണ്, 3.5 കിലോ ഉള്ള പീസാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പൊ വലിയ വിത്ത് നടുമ്പോഴാണ് അതേമാതിരി വലിയ കിഴങ്ങും ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയത് നട്ടുണ്ടാവില്ല. ഇപ്പൊ ഇത് പറിക്കുന്ന സമയത്ത് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിന്റെ സമയത്ത് ഞാൻ ഒരു വിത്തിന്റെ ആവശ്യക്കാര് ഈ വെറൈറ്റി ഒന്ന് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് വന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു വിത്ത് തന്നെ 3.5 കിലോ ഒക്കെ ഉണ്ടാവും. ഒരു വിത്ത് തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയാൽ ഒരു 50 കിലോ വരെ അതിന് വിളവും കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അതിന് സൗകര്യപ്പെട്ടൊരു സ്ഥലവും ഒരു ഏരിയ നമ്മളെ കുട്ടികളോ നമ്മളൊന്നും പോകാത്ത ഏരിയയും വേണട്ടതിന്. അത്രയും മുള്ളാണ്. ഇങ്ങനത്തെ മുള്ളിന്റെ കോമ്പല തൂക്കുകയാണെങ്കിൽ 1 കിലോ വരെ ഒരു കടന്റെ ചുറ്റുഭാഗത്ത് നമുക്ക് വാരിയെടുക്കാൻ കിട്ടും. മുള്ള് കിട്ടും. അപ്പൊ നമ്മളെ പറമ്പ് കേടുവരും. അപ്പൊ എന്തായാലും ഈ കാട്ടുപന്നികളുടെ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉള്ളിടത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പന്നി ഒഴിവാക്കി പന്നി തോരേനെ പെരിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കി പോകല്ലാതെ ഒരു രക്ഷയില്ല. അത്രയും ടെമ്പർ സൂചി പോലത്തെ മുള്ളതാ. ഇനിയിപ്പോ നമ്മൾ കൃഷി സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് കാൽമ തറച്ചു നിൽക്കുക. അവിടെ ഇരിക്കല്ലാതെ ഒരു രക്ഷയില്ല. അത്രയാണ് കയറി പോകുന്നത്. എന്തായാലും ഔഷധ ഗുണം ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ചൊക്കെ നട്ടു നോക്കി കഴിക്കാവുന്നതാണ്. ചെടിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട്, ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കിഴങ്ങ് എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്കൊന്ന് നേരിട്ട് കാണാം. നമ്മുടെ മുള്ളൻ കിഴങ്ങ് നമ്മൾ ഈ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നനക്കിഴങ്ങാണോ അല്ലെങ്കിൽ നടുതലിയാണോ? ഇത് അതൊന്നുമല്ല, നമ്മളുടെ മുള്ളൻ കിഴങ്ങാണ്. മുള്ളൻ കിഴങ്ങിന് ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറിയ അത്ര കണ്ട് വളരാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ചെറിയ വിത്തായത്. അതല്ല എങ്കിൽ ഇതിന് ഏകദേശം 1 കിലോത്തിന് മുകളിൽ വരെ വലിപ്പം ഉണ്ടാകുന്ന എന്നാണ് നമ്മളോട് അസംകുട്ടിയൊക്കെ പറഞ്ഞത്. എങ്ങനെയുണ്ട് അസംകുട്ടിയൊക്കെ? ഈ മുള്ളൻ കിഴങ്ങ് പറഞ്ഞേ ഇത് വള്ളിമേൽ മാത്രല്ല മുള്ളി. ഇതാ ഇങ്ങനെ ഈ മരട്ട് ഒരു ജന്തുക്കളും ഇതിന് ശല്യം ചെയ്യാൻ പറ്റില്ല. പന്നിക്കും പന്നിയോ അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഇതിന്റെ മരട്ട് ഇങ്ങനത്തെ മുള്ളിന്റെ കൂടാറുണ്ട്. കാണണ്ട. അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ സൈഡിൽ നിന്ന് മാന്തിക്കൊണ്ടുപോയി കഴിച്ചതാണ്. അപ്പൊ അവസാനം വിത്തിനുള്ളത് മാത്രമാണ് അതിന്റെ ബാക്കിയാണ് വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വള്ളി ഉണങ്ങിയപ്പോ പറിച്ചു നോക്കാറിഞ്ഞാണ്ട് അങ്ങനെ പറിച്ചതാണ്. അപ്പൊ കുറച്ച് നമുക്ക് വലുത് കിട്ടിയില്ല. അതേ നല്ല മണ്ണുള്ള അതിന് സൗകര്യമുള്ള സ്ഥലത്ത് പടക്കാനും നല്ല സൗകര്യമുള്ള സ്ഥലത്ത് മേപ്പോട്ട് പോകാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഏകദേശം 2.5 കിലോ 3 കിലോ ഒക്കെ ഒരു വിത്തന്നെ വരും. നല്ല വളരും. അപ്പൊ ഒരു കടയിൽ നമുക്ക് ഏകദേശം എത്ര വിളവ് കിട്ടും? നല്ല സൗകര്യത്തിൽ ഉണ്ടാക്കി നമ്മൾ പാടത്ത് മേലോട്ട് എല്ലാം പടർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ 50 കിലോ വരെ ഒരു ഒറ്റ കടയിൽ കിട്ടും. ഒറ്റ കടയിൽ 50 കിലോ കിട്ടും. നല്ല വലിപ്പമുള്ള വിത്തുണ്ടാക്കുക. നല്ല വട്ടത്തിലുള്ള തറയൊക്കെ എടുത്ത് നല്ല അന്യം നിന്ന് പോണ ഈ സാധനം എങ്ങനെങ്കിലും നമ്മളെ പഞ്ചായത്ത് തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത് വിചാരിച്ചാൽ നമ്മളിത് കൊണ്ടുവരണം. നല്ല ടേസ്റ്റാണ്.
അപ്പൊ എന്തായാലും ഈ ഉള്ള വിത്തുകളൊന്നും കളയണ്ട, പരമാവധി കൃഷി ചെയ്യാൻ നോക്കുക. ഔഷധ ഗുണങ്ങളുള്ള നമ്മളെ മുള്ളൻകിഴങ്ങിനെ ആരും ഇനി കാണാതെ പോകരുത്. കിട്ടുന്ന വിത്ത് പരമാവധി സംരക്ഷിക്കുക, കൃഷി ചെയ്യുക, ഇത് നമ്മൾ പരമാവധി കഴിക്കുക, നമ്മളുടെ ആരോഗ്യവും നിലനിർത്തുക. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ച ആശാൻകുട്ടിയോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.